RSS പരിപാടിയിൽ സർവകലാശാല വിസിമാർ പങ്കെടുത്തത് ഗുണകരമായ ഒന്നല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കവും അംഗീകരിക്കില്ലെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരായ വൈസ് ചാൻസലർമാർ ഇത്തരം പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അത് ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSSന്റെ പരിപാടിയിൽ വിസിമാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, ഇതിന്റെ ആവശ്യമില്ല. ഇത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ അത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെന്റ് അംഗീകരിക്കുന്നു. സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരിവേട്ട പൂർണ്ണതോതിൽ ഫലപ്രദമാകാൻ പൊതുജന പങ്കാളിത്തവും പിന്തുണയും കൂടിയേ തീരൂ. അത് പോലീസ് മാത്രമല്ല, പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പൊ ആ പരിപാടി വിജയിക്കണമെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വരണം. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല. ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഈ ഒരു വലിയ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം. അതേസമയം ലഹരി കേസുമായി ബന്ധപ്പെട്ടയാൾ തന്റെ സ്റ്റാഫ് അംഗങ്ങളിൽ ഉണ്ടെന്ന ആരോപണം തള്ളിയ മന്ത്രി അത്തരത്തിലുള്ള ഒരാളും സ്റ്റാഫായി ഉണ്ടാകില്ലെന്നും വ്യക്തമാക്കി. സ്റ്റാഫിൽ അങ്ങനെ ഈ ഇത്തരം കേസുകളിൽപ്പെട്ട ഒരാളും ഉണ്ടാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ M. പത്മകുമാർ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയാൽ അക്കാര്യം SIT അന്വേഷിക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. 90 ദിവസം കഴിഞ്ഞപ്പോൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT പരിശോധിക്കാവുന്നതാണ്. TCV തൃശൂർ.